ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയും. ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നു. രാജ്കുമാർ, എപ്പോഴാണ് രാവിലെ കോടതി നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പത്മകുമാറിനെ അവിടെ എത്തിക്കുമോ പ്രത്യേക അന്വേഷണ സംഘം? മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിക്കും. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയുന്നുണ്ട്. ഇപ്പോൾ വൻ സുരക്ഷാ സന്നാഹങ്ങളിലാണ് ഈ കോടതിയുടെ പരിസരം. ഗേറ്റെല്ലാം പോലീസ് അടച്ചുപൂട്ടി ബന്ദോബസ്താക്കിയിട്ടുണ്ട്. SP ശശിധരൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം, SITയിലെ സംഘം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയും കോടതിക്ക് മുമ്പാകെ ഉണ്ടല്ലേ? അതെ, ഇതിപ്പോൾ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. ഇതിന്റെ ജാമ്യ ഹർജി കൂടിയുണ്ട്. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷയാണ് അല്പസമയത്തിനായി. ഇത് രണ്ടും ഇന്ന് പരിഗണിക്കും. ശരി, രാജ്കുമാറാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.